നിലമ്പൂർ തിളച്ചു മറിയുകയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണും കാതും മലപ്പുറത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്കും വലിയ പഞ്ഞമില്ല. ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങളുമായി UDF നേതാക്കൾ തമ്മിലടിക്കുന്ന കാഴ്ചയും ഇപ്പോൾ മലപ്പുറത്ത് സർവ്വസാധാരണമാണ്. ലീഗ് നേതാവ് PK ഫിറോസും രാഹുൽ മാങ്കൂട്ടം MLAയും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായി. ദേശാഭിമാനി, കൈരളി TV മാധ്യമപ്രവർത്തകരാണ് നിലമ്പൂരിന്റെ ചില ചരിത്രങ്ങളിൽ തൂങ്ങി ഈ നേതാക്കന്മാരുമായി കൊമ്പുകോർത്തത്. ഒന്ന് കിട്ടിയാൽ 10 എണ്ണം കൊടുക്കുന്ന 2 നേതാക്കന്മാരാണ് ഇരുവരും എന്നറിയാതെയാണ് ദേശാഭിമാനിയും കൈരളി TVയും തലവെച്ചു കൊടുത്തത്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. PVN ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു തുടങ്ങാനാണ് എങ്കിൽ ആര് തുടങ്ങണം? കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല, അങ്ങ് ചോദ്യം പ്ലേസ് ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് തുടങ്ങണ്ടേ? കാരണം PVN ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളല്ല. PVN ഞങ്ങളുടെ നേതാവുമല്ല. പക്ഷെ PVN 9 വർഷക്കാലം ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന സർക്കാരിനെതിരായിട്ട് അന്ന് PVN വാക്കുകൾക്കാണ് ക്രെഡിബിലിറ്റി കൊടുക്കുന്നതെങ്കിൽ 9 വർഷക്കാലം സർക്കാരിന്റെ ഭാഗമായി നിന്ന് കണ്ടു പറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി ഇപ്പൊ പ്രതിപക്ഷത്തിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന ആളുകൾ ആക്ഷേപം ഉന്നയിക്കുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. ഇനി അങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിച്ചോട്ടെ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ SSLCക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമുളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലും റദ്ദ് ചെയ്തുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ അത് കോപ്പി അടിച്ചുണ്ടായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ M സ്വരാജിന്റെ നിലപാട്? ശ്രീ M സ്വരാജിന് VSുമായിട്ട് പല വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ലോ. അത് VS തന്നെ പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നു, VSന്റെ ആ നിലപാടിനോട് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാടെന്താണ്? ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിന്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേക PR അഭിമുഖം, ഏതൊരു അഭിമുഖമല്ല, ഒരു PR അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ ഈ കേരളത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെ പറ്റി എന്താണ് ശ്രീ M സ്വരാജിന്റെ നിലപാട്? ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്ത് കഴിയുന്ന ആളുകളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ആൾക്കല്ലേ ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഇതിനൊക്കെ മറുപടി പറയട്ടെ. വർത്തമാന കാലത്തുണ്ടായ നമ്മുടെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ M സ്വരാജ് മറുപടി പറയട്ടെ. അല്ല, ഞാൻ പറയാം അതായത് നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോ ഒരു നിലമ്പൂർ മുനിസിപ്പാലിറ്റി നേരത്തെ നിലമ്പൂർ പഞ്ചായത്തായിരുന്നു. നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആക്കണമോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ആക്കണം എന്നൊരു പക്ഷം, അത് പഞ്ചായത്ത് തന്നെയായി തുടരണം എന്ന് വേറൊരു പക്ഷം. അപ്പൊ പഞ്ചായത്തായി തുടരണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നതുപോലെയാണോ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്നത്? മലപ്പുറം ജില്ല റവന്യൂ ജില്ല വിഭജിച്ച് മലപ്പുറമായി ഒരു ജില്ല ഉണ്ടാക്കണം വേണ്ട എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയാണോ ആ ജില്ല രൂപീകരിച്ചതിന് ശേഷം ആ ജില്ലയിലെ ജനങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന് പറയുന്നത്? ഇതിനെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക? ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? അത് ജനസംഘമാണ് പറഞ്ഞത്. മാത്രമല്ല ജനസംഘവുമായി ചേർന്ന് കേരളത്തിൽ തന്നെ ഒരുമിച്ച് മത്സരിച്ചത് ആരാ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? LK അദ്വാനി അടക്കം പാലക്കാട് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തെരഞ്ഞെടുപ്പിൽ മുന്നണിയായി മത്സരിച്ചത് ആരാ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോ സോളാർ സമരത്തിൽ ഞാൻ പറയട്ടെ. അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം. നിങ്ങളെ ചോദ്യം ചോദിച്ചു. അല്ല, ഒരു വിഷയം ഞാൻ പറയാം. സോളാർ സമരത്തിൽ BJPയും CPM ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട്. അത് BJPയും CPM മുന്നണിയായിട്ടാണോ?